ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ജംഷാദ്. നാളെ നിങ്ങൾ എഴുതാൻ പോകുന്ന +2 ആനുവൽ എക്സാമിൽ ഉറപ്പായിട്ടും എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇമെയിൽ റൈറ്റിംഗ് എന്നുള്ളത്. സോ ഇമെയിലിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പറയും. ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ മാർക്ക് കിട്ടിയിരിക്കും. സോ ആദ്യമായിട്ട് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. ഇന്ന് രാത്രി ലൈവ് ഉണ്ട്, മറന്നു പോരുത്. ഇന്നത്തെ രാത്രിയുടെ ലൈവ് നിങ്ങളുടെ കംപ്ലീറ്റ് കൺസോൾട്ടേഷൻ ആണ്, കംപ്ലീറ്റ് റിവിഷൻ ആണ്. ചാപ്റ്ററും ഗ്രാമറും അതുപോലെ തന്നെ ഡിസ്കോഴ്സും കംപ്ലീറ്റ് സെറ്റ് ആക്കാൻ പോണേ. മിസ് ചെയ്യരുത്. നെക്സ്റ്റ് വൺ പിടിച്ചു. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് മക്കളെ. ഡ്രാഫ്റ്റ് ഇമെയിൽ ഇൻവൈറ്റിംഗ് രത്ന. സൗഹൃദ ക്ലബ്ബ് നിങ്ങളുടെ സ്കൂളിൽ ഇനാഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ രത്നയെ ഇൻവൈറ്റ് ചെയ്യുന്നതിന്റെ ഒരു ഇമെയിൽ ചോദിച്ചിട്ടുണ്ട്. ഇമെയിൽ ത്രൂ ആണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആകാംക്ഷ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇമെയിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നേച്ചർ ക്ലബ്ബ് എന്താക്കിയിട്ടുണ്ട്, ഒരു ഡിസാസ്റ്റർ പ്രിവെൻഷൻ, പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ അതുപോലത്തെ ദുരന്തങ്ങൾ തടയാനുള്ള ഒരു സെമിനാർ നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാര്യപ്പെട്ട ഒരു എൻവയോൺമെന്റ്സിനെ നിങ്ങൾ ക്ഷണിക്കുകയാണ്. അപ്പോൾ ആ എൻവയോൺമെന്റലിസ്റ്റിനെ ക്ഷണിക്കുന്ന ആ ഒരു ഇമെയിലാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞത്. എങ്ങനെ എഴുതും? യെസ്, നിങ്ങളെ ഇമെയിൽ എഴുതി പറഞ്ഞാൽ പക്ക ഏകദേശം ഒരു ലെറ്റർ ടൈപ്പാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടു അഡ്രസ്സിൽ നിങ്ങൾ എന്ത് എഴുതരുത്, അഡ്രസ്സ് അല്ല എഴുതേണ്ടത്, ഇമെയിൽ ID abcd@gmail.com 1234@gmail.com എന്തെങ്കിലും ഒരു @gmail.com അല്ലെ email.com അങ്ങോട്ട് എഴുതി കൊടുത്താൽ ഇറ്റ്സ് എൻ ഇമെയിൽ. ഓക്കെ, നെക്സ്റ്റ് അവിടെ CC BCC ബ്ലൈൻഡ് കാർബൺ കോപ്പി ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് ജസ്റ്റ് BCC എഴുതി കൊടുക്കുക. അവിടെ ഒന്നും ചെയ്യേണ്ട, രണ്ട് ഇങ്ങനെ ഒരു ഐഫോൺ ഇട്ട് കൊടുത്താൽ മതി. അവസാനം സബ്ജക്റ്റ്. സബ്ജക്റ്റ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? സെമിനാർ ഓൺ ഡിസാസ്റ്റർ പ്രിവെൻഷൻ എന്നാണ് ഇവിടെ കൊടുത്തത്. അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. യെസ്, ഓക്കെ, സെമിനാർ ഓൺ ഡിസാസ്റ്റർ പ്രിവെൻഷൻ. ഓക്കെ, അത് എഴുതി കൊടുക്കാം. ആൻഡ് ലാസ്റ്റ് അതിനുശേഷം സർ ഗ്രീറ്റിംഗ്സ് കൊടുക്കാം. സർ അല്ലെങ്കിൽ മാഡം എന്ന് കൊടുക്കാം. ഇനിയൊരു ലേഡിയാണ് വിളിക്കുന്നതെങ്കിൽ മാഡം എന്ന് കൊടുക്കാം. പിന്നെ നമ്മളെന്താക്കുക, ഇനി എന്താണ് പരിപാടി? ഇങ്ങനെ ഒരു പരിപാടി എടുക്കുന്നുണ്ട്, അതിലേക്ക് ആളെ ക്ഷണിക്കുകയാണ്. ഓക്കെ, ഇതിനെ കൂടുതൽ എഴുതി കൊടുക്കരുത്, കാരണം ഇതൊരു ഇമെയിലാണ്. അതുപോലെ തന്നെ ഇതൊരു ഫോമൽ ഇമെയിലാണ് അല്ലേ, ഒരാളെ ക്ഷണിക്കുകയാണ്. അതിനിപ്പോൾ ഒരു ഫ്രണ്ടിന് അയക്കുന്ന ഇമെയിലാണെങ്കിൽ കുറച്ച് നിങ്ങൾ ലെങ്തി ആക്കാം, പക്ഷേ ഇത് ചെറുതാക്കണം. ഗേസ്, ദി നേച്ചർ ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഡിസൈഡ് ടു കണ്ടക്ട് എ സെമിനാർ. ഇന്ന ഒരു വിഷയത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് സെമിനാർ കണ്ടക്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. ഇന്ന ദിവസമാണ്, ഇന്ന ഡേറ്റ് ആണ്. നിങ്ങൾ അറിയപ്പെട്ട ഒരു കാര്യപ്പെട്ട ഒരു എൻവയോൺമെന്റിസ്റ്റ് ആണ് കേരളത്തിലെ. അതുകൊണ്ട് നിങ്ങളാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ. സോ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ്. നമ്മളോട് മെയിൻ പറഞ്ഞ എന്താണ്? ഇൻവൈറ്റ് ചെയ്യാനാണ്. അതായത് ആസ്ക് ടു ഇൻവൈറ്റ് ദ എൻവയോൺമെന്റിസ്റ്റ്. അപ്പോൾ ആ ഒരു ഇൻവൈറ്റ് എന്നുള്ള ടേം അതിലുണ്ടായിരിക്കണം. അപ്പോൾ മറ്റേത് രത്നയെ ഇൻവൈറ്റ് ചെയ്യണം. അപ്പോൾ ഇൻവൈറ്റ് എന്നുള്ളൊരു ടേം അവിടെ ഉണ്ടായിരിക്കണം. ഇൻവൈറ്റ് ചെയ്യാണ് ആ ഒരു പരിപാടിയിലേക്ക് നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നു. എന്നിട്ട് താങ്കിങ് യു സെക്രട്ടറി നേച്ചർ ക്ലബ്ബ്. അത് എവിടെ ഉണ്ടടാ? നേച്ചർ ക്ലബ്ബ് എന്ന് ഇവിടെ ഉണ്ട്, ക്വസ്റ്റ്യനിലുണ്ട്. സെക്രട്ടറി ആണെന്നുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. ഇനി അത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുക്കുക. ഒരു ഇംഗ്ലീഷ് ക്ലബിന്റെ പ്രസിഡന്റ് ആയിക്കോട്ടെ, ചുമ്മാ കുറയ്ക്കേണ്ടല്ലോ. ഓക്കെ, ഏതായാലും ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതിന്റെ 6 മാർക്കിന് ചോദിക്കാറുണ്ട്, ചിലപ്പോൾ 8 മാർക്കിന് ചോദിക്കാറില്ല, 6 മാർക്കിനാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് പൊതുവെ, അല്ലെങ്കിൽ 4 മാർക്കിനും ചിലപ്പോൾ ചോദിച്ചേക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതാണ് ഫോർമാറ്റ്. ഈ ഫോർമാറ്റ് യൂസ് ചെയ്യുക. ലാസ്റ്റ് ഒരു ബോക്സ് വരച്ചോണ്ട് കേട്ടോ, ദാറ്റ്സ് വുഡ് ബി ബെറ്റർ. ഓക്കെ, ഒരു ബോക്സ് വരയ്ക്കുക. അങ്ങനെയാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിരിക്കും, നല്ല രസം ഉണ്ടാവും, ഭംഗി ഉണ്ടാവും, വാല്യുവേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു അപ്പീലിംഗ് ഫീൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറന്നു പോകരുത്. ഇന്ന് രാത്രിയത്തെ ലൈവ് മിസ് ചെയ്യരുത്. നാളെ രാവിലെ മോർണിംഗ് ബൂസ്റ്ററിനും ലൈവ് ഉണ്ട്, മോർണിംഗിലും മോർണിംഗ് ബൂസ്റ്റർ ഉണ്ട്. യെസ്, പവറാക്കാം, പവറേജ് ആക്കാം, ലെവലാക്കാം. കൃത്യം 7:00 ഇന്നത്തെ ലൈവ്. മോർണിംഗിൽ 6:00 നമ്മൾ ലെവലാണ്, സെറ്റാണ്. Don't forget to subscribe our channel. Let's see another class with another session. Until then, bye. Thank you.